ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ഉണ്ണീസിയ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കരിഞ്ജീരകം എന്ന ദിവ്യ ഔഷധത്തിനെ കുറിച്ചാണ്. ആയുർവേദത്തിൽ ചരകസംഹിതയിൽ കരിഞ്ജീരകത്തെക്കുറിച്ച് പറയുന്നത് കുഞ്ചിക ദീപനം രോചനം വാതകഫ ദൗർഗന്ധ്യനാശനം എന്നാണ്. അതായത് കുഞ്ചിക, ഉപകുഞ്ചിക, കൃഷ്ണജീരകം ഇവയൊക്കെയാണ് സംസ്കൃതത്തിൽ കരിഞ്ജീരകത്തിൻ്റെ പര്യായം. അപ്പം ഇത് ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിൽ ദീപനം ഉണ്ടാകാനും അതുപോലെ തന്നെ വാതകഫം ശരീരത്തിൽ കുറയ്ക്കാനും ശരീരത്തിലുള്ള ദുർഗന്ധം അകറ്റാനും ഇത് സഹായിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള തൈമോക്യുനിൻ എന്ന ആക്റ്റീവ് കോമ്പൗണ്ട് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന കോശങ്ങളുടെ നാശം തടയാനും അതുവഴി ഈ ഹൃദ്രോഗം, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാതിരിക്കാനും നമ്മെ സഹായിക്കുന്നു. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്കിന്നിൻ്റെ ചുളിവുകളും അതുപോലെ ഏജിങ് ആയിട്ട് പ്രായം ആയി വരുമ്പം ഉണ്ടാകുന്ന റാഷസ് പോലുള്ളവ മാറാൻ വേണ്ടിയിട്ട് ഈ കരിഞ്ജീരകം തന്നെ ഒലീവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ല ഗുണകരമായിട്ട് കണ്ടു വരാറുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം വരാനും ഇത് സഹായിക്കുന്നു. പിന്നെ പ്രമേഹ രോഗം, അതുപോലെ വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയാനും, അതുപോലെ നമുക്ക് ഈ കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന ജലദോഷം പോലുള്ള വിഷയങ്ങളിൽ ഈ കരിഞ്ജീരകം തന്നെ ചെറിയ കിഴി കെട്ടി അത് മണപ്പിക്കുന്നത് ആശ്വാസകരമാണ്. പിന്നെ നമുക്ക് ഇതിട്ട് പുകയ്ക്കുന്നത് കീടങ്ങൾ പോലുള്ള ജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് കരിഞ്ജീരകം. അതുപോലെ തന്നെ കഫഹര പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് സ്രോതസ്സിൽ ഉണ്ടാകുന്ന കഫത്തിൻ്റെ ആവരണം തടയാനും അതുവഴി ഈ കൈകാലുകളിൽ ഉണ്ടാകുന്ന മരവിപ്പ്, പെരുപ്പ്, പുകച്ചിൽ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും നമ്മെ ഈ കരിഞ്ജീരകം സഹായിക്കും. പിന്നെ ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഈ അഗ്നിദീപ്തി ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ട് അകറ്റുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഇതെല്ലാവരും കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിച്ച് ഇത് ബോട്ടിലിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കിതിനകത്തുള്ള ആ ഒരു ഗുണം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ആയുർവേദത്തിൽ തന്നെ 6 ചൂർണങ്ങൾ 6 മാസം വരെയാണ് ഈ കാലാവധി പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ നാളിത് ഉപയോഗിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കുറഞ്ഞ് ആണ് പോകുന്നത്. അതിന് പകരം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് അപ്പോഴുള്ള നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു ചെറുതായിട്ടൊരു ഫ്രൈങ് പാനിലോ വല്ലോ വെച്ചൊന്ന് ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചതച്ച് പൊടിക്കുകയല്ല, ചതച്ച് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഇത് കലക്കി കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 70 കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു ആൾക്ക് 5 ഗ്രാം വീതം കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ 10 കിലോ കൂടുന്നതനുസരിച്ച് ഓരോ ഗ്രാം കൂട്ടി അങ്ങനെ മാക്സിമം ഒരു 10 ഗ്രാം വരെ കഴിക്കാം. പിന്നെ 70 കിലോയ്ക്ക് കുറവുള്ള ഒരാൾക്ക് ഓരോ 10 കിലോ കുറയുന്നതനുസരിച്ച് ഓരോ ഗ്രാം കുറച്ചും മിനിമം ഒരു 3 ഗ്രാം എന്ന രീതിയിൽ കഴിക്കുക. ധാരാളം ഗുണങ്ങളുള്ള ഈ കരിഞ്ജീരകം എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് ഇതിൻ്റെ ഫലസിദ്ധി അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.